സൺ സിറ്റിയിലെ ബാങ്കിലുള്ള മുഴുവൻ കാശും എനിക്ക് തന്നേക്ക്. ടോട്ടൽ സൺ സിറ്റിയിലെ ജനങ്ങളും കാശില്ലാത്ത പാവങ്ങളായി പോവും. സർവം നശിച്ച് നാശമായി പോകുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? ഓക്കേ ലംബു മാസ്റ്റർ, ഞങ്ങൾ മൊത്തം കാശും നിനക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ എനിക്കൊരു വാക്ക് തരണം. കാശ് വാങ്ങിയതിനു ശേഷം എന്നേക്കുമായി ഇവിടുന്ന് പോകണം. പക്ഷേ കീക്കോ, കാശ് മൊത്തം അവന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ബാങ്ക്രപ്റ്റ്. ഇത് കണ്ടോ, ഇതാണ് എന്റെ പുതിയ കണ്ടുപിടുത്തം. ഖുറാന അങ്കിൾ, ഇതെന്താ ഉണ്ടാക്കിയിരിക്കുന്നേ? കൊള്ളാലോ. ഖുറാൻ അങ്കിൾ നമുക്ക് കളിക്കാൻ വേണ്ടിട്ട് പുതിയൊരു ഫുട്ബോൾ ഉണ്ടാക്കിയിരിക്കുക. എനിക്ക് തോന്നുന്നത് ഇത് കാലുകൊണ്ട് കിക്കേണ്ട ഒരാവശ്യമില്ലാന്നേ. വെറുതെ ഗോൾ എന്ന് പറഞ്ഞാൽ മതി, ഇത് നേരെ ചെന്ന് ഗോൾ പോസ്റ്റിൽ വീഴും. ഏതാണ്ട് വിശപ്പ് വരുമ്പോ എന്റെ വയറ്റില് കാൻഡീസ് ഓട്ടോമാറ്റിക്കലി പോകുന്നില്ല, അതുപോലെ. അല്ല, അങ്ങനെയല്ല ഡോഡോ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ ബോളൊന്നും അല്ല. ഇത് ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ബോളാ. രണ്ടു വാക്കിൽ പറയണെങ്കിൽ ക്രിസ്റ്റൽ ബോൾ. എന്റെ മാമന്റെ ചിറ്റപ്പന്റെ മോളുടെ അച്ഛന്റെ ആന്റിയുടെ മോന്റെ മച്ചാന്റെ വീട്ടില് സൂചി വെച്ച് കുത്തിയാൽ അപ്പൊ തന്നെ പൊട്ടു. സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ കസിൻ ബ്രദറിന്റെ വീട്ടില് ഇതുപോലെ ഒരുപാട് ക്രിസ്റ്റൽ ബോളുകൾ ഷോപ്പീസായി വെച്ചിട്ടുണ്ടെന്നാ. ഈ ക്രിസ്റ്റൽ ബോൾ ഖുറാന അങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നോർമൽ ക്രിസ്റ്റൽ ബോൾ ആയിരിക്കില്ല. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഇതിലുണ്ടാവും. സ്പെഷ്യാലിറ്റിയോ? അങ്ങനെ ഇതിനകത്ത് എന്ത് സ്പെഷ്യാലിറ്റിയാ ഉള്ളത്? അതിനു വേണ്ടിയാണോ ഡോക്ടർ ഖുറാന നിങ്ങൾ ഞങ്ങൾ എല്ലാവരോടും എല്ലാ ജോലിയും വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ഡബ കാണിക്കാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്റെ പുതിയ കണ്ടുപിടുത്തത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാനിപ്പോ കാണിച്ചുതരാം. ഹോട്ട് റേസ് UV ടോർച്ച് ചെയ്ത് പുറത്തേക്ക് വന്ന് ഈ ക്രിസ്റ്റൽ ബോളിന്റെ മുകളിൽ വന്ന് വീഴുമ്പോ ഈ ക്രിസ്റ്റൽ ബോൾ അതിനെ മൾട്ടിപ്ലേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക് കറന്റ് ആക്കി മാറ്റുന്നതാണ്. അതേതായാലും കലക്കി. സൺ സിറ്റിക്ക് ഏതായാലും ഇതുകൊണ്ട് ലാഭമുണ്ടെന്ന് പറയൂ. ക്രിസ്റ്റൽ ബോൾ ശരിക്കും ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. എന്റെ എക്സ്പെരിമെന്റ് ഫെയിൽ ആയിരിക്കാണ് കേക്കോ. ഇപ്പൊ ഈ ക്രിസ്റ്റൽ ബോൾ ഒരു ബ്ലാക്ക് ഹോളിനെ പോലെ എല്ലാ സാധനങ്ങളെയും വലിച്ചടുപ്പിച്ചോണ്ടിരിക്കുകയാണ്, എല്ലാത്തിനെയും നശിപ്പിക്കുകയാണ്. എന്റെ ദൈവമേ, ഈ ക്രിസ്റ്റൽ ബോൾ എല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരല്പം കഴിച്ചോട്ടെ. അങ്കിൾ, ഇതിനെ തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവല്ലോ. ആദ്യം ഇത് കേൾക്കൂ. ആ UV ടോർച്ചിന്റെ ഹോട്ട് റേസ് കാരണമാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്. ഏതെങ്കിലും തരത്തിൽ UV ടോർച്ചിനെ ഒന്ന് ഓഫ് ചെയ്താൽ പറ്റിയാൽ അതോടെ എല്ലാ പ്രശ്നവും തീരും. മമ്മി, ഈ ബോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം കണ്ണിൽ കണ്ടതൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് ഈ ക്രിസ്റ്റൽ ബോളിനെ വീണ്ടും ഒന്ന് ചെക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത ഈ സാധനം വലിയ കുഴപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അയ്യോ അയ്യോ, ഇത്ര വലിയ ഒരു കയ്യോ? അതാരുടെ കൈയാണെന്നാ മനസ്സിലാവാത്തത്? ആ കൈ ക്രിസ്റ്റൽ ബോൾ മോഷ്ടിച്ചോണ്ട് ഓടാണ്. ഞാനതിനെ തടഞ്ഞേ പറ്റൂ. ഇനിയിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലിട നടി വനത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ ആരോ തന്റെ നീണ്ട റോബോട്ടിക് കൈയും കാലും വെച്ച് ഡോക്ടർ ഖുറാനയുടെ ക്രിസ്റ്റൽ ബോൾ അടിച്ചു മാറ്റിക്കൊണ്ടോടുക. അവനെ തടഞ്ഞു നിർത്തണം. ഓൾറൈറ്റ് ബഡി, ഇപ്പൊ തന്നെ ആ കള്ളൻ എവിടെയുണ്ടെങ്കിലും നമുക്ക് തടഞ്ഞു നിർത്താം. വേഗം ചെല്ല്. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ഗുഡ് മോർണിംഗ് മിസ്റ്റർ. ആ ക്രിസ്റ്റൽ ബോൾ മോഷ്ടിച്ച് നിങ്ങൾ വളരെ വലിയ തെറ്റാ ചെയ്തേ. അത് തിരിച്ചു കൊടുത്തിട്ട് തെറ്റ് ശരിയാക്കാൻ നോക്ക്. ഞാൻ ഒരുപക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? എന്നാ പിന്നെ ഞങ്ങൾ ആ കള്ളന്റെ മുഖത്ത് കരിവാരിത്തേക്കും. Because we always fight for the right. അല്ലേ കീക്കോ? നിനക്ക് അത്രയ്ക്ക് ധിക്കാരമായോ? ഇപ്പൊ കാണിച്ചു തരടാ, നിങ്ങളെ ഞാനിന്ന് വക വരുത്താതെ വിടില്ല. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം തട്ടി തെറിപ്പിക്കും. കീക്കോ, ലംബു മാസ്റ്ററിന്റെ പഞ്ച് കാരണം എന്റെ സിസ്റ്റം ഹാങ് ആയി പോവുകയാണ്. വേഗം ഒരു ഐഡിയ ചെയ്യൂ. ഇവന്റെ ഐഡിയ ഇതിൽ കൂടുതൽ എനിക്ക് താങ്ങാൻ കഴിയില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 140. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 140. ആ ടവർ വെച്ചിടിക്കുന്നത് കാരണം എനിക്ക് ഒരുപാട് ഡാമേജ് ആകുന്നു. ഫോർമുല നമ്പർ 83. യെസ് കീക്കോ, ഫോർമുല നമ്പർ 83 ആക്ടിവേറ്റ് ചെയ്തിട്ട് ലംബു മാസ്റ്ററിന്റെ സിഗ്സാഗ് സൂമിൽ ഒരു തല്ലു കൊടുത്തേക്കാം. ലംബോ മാസ്റ്ററിനോടാണ് കളിയല്ലേ? എന്റെ അടുത്ത അറ്റാക്കിൽ നിന്നൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ലടാ. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം തട്ടി തെറിപ്പിക്കും. കീക്കോ, തറയിൽ ഇങ്ങനെ പല പ്രാവശ്യം വീണത് കൊണ്ട് എന്റെ സിസ്റ്റം ടോട്ടലി ഹാങ് ആവുകയാണ്. ഞാനിപ്പോ ലംബു മാസ്റ്ററിനെ വിട്ടേ പറ്റുമെന്നാ തോന്നുന്നത്. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കയ്യും കാലും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും. കീക്കോ, നമ്മൾ എങ്ങോട്ട് പോയാലും ശരി, ലംബു മാസ്റ്ററിന്റെ നീണ്ട കയ്യും കാലും നമ്മൾ എങ്ങോട്ട് പോയാലും വിടില്ല. അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവന്റെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ലംബോ മാസ്റ്ററിന് ശരിക്കും ഒരു തിരിച്ചടി നൽകാൻ ഫോർമുല നമ്പർ സൂക്ഷിക്കണം സൂപ്പർ സ്പീഡോ. എനിക്കറിയാം നിങ്ങൾ രണ്ടാളും ഈ സൺസിറ്റിയിൽ ഉള്ളത് വരെ എനിക്ക് സൺസിറ്റിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലാതെ പോയാൽ ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും.
ഷോക്ക് എനിക്ക് ഏറ്റത് കൊണ്ട് ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇനിയും ഒരുപാട് ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ എന്റെ ടോട്ടൽ സിസ്റ്റവും ഡൗൺ ആയി പോകും. നീ വിഷമിക്കേണ്ട സൂപ്പർ സ്പീഡോ. ഞാനിവിടെ ഉള്ളപ്പോ നിനക്ക് ഒന്നും സംഭവിക്കില്ല. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. നീ പെട്ടെന്ന് R7ലേക്ക് തിരിച്ചു പോയിക്കോ. ഇല്ല കീക്കോ, ഇതുപോലുള്ള സാഹചര്യത്തിൽ ഞാൻ നിന്നെ തനിച്ചാക്കിയിട്ട് എങ്ങോട്ടും പോവില്ല. പക്ഷെ കുറച്ചു നേരത്തേക്ക് മാത്രമാണ് ബഡി. വേഗം, അതിവേഗം R7ലേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. നിന്റെ സൂപ്പർ സ്പീഡ് പോയി തൊലഞ്ഞു. അതുപോലെ നിന്നെയും ഞാൻ ഇല്ലാതാക്കും. ബൈ ബൈ കിക്കോ. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും. ഇപ്പൊ ഈ ക്രിസ്റ്റൽ ബോളിന്റെ എനർജി വെച്ച് എല്ലാവരെയും പേടിപ്പിച്ചിട്ട് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറാൻ പോവാണ്. സൂപ്പർ സ്പീഡോ, നീ ശരിയായെങ്കിൽ ഉടനെ പുറത്തേക്ക് വന്ന് എന്നെ രക്ഷിക്ക. തീർച്ചയായിട്ടും കീക്കോ, നിന്നെ രക്ഷിക്കാൻ ഞാൻ എവിടെ വേണമെങ്കിലും ഏത് സമയത്തും വരാൻ തയ്യാറാണ്. ലംബോ മാസ്റ്റർ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഡോക്ടർ ഖുറാന, ആ ക്രിസ്റ്റൽ ബോൾ കാരണം നമുക്ക് മറ്റൊരു അപകടം ഇല്ലല്ലോ? ഒരുപാട് അപകടം ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് കീക്കോ. ആ ചെറിയ UV ടോർച്ച് വെച്ചത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാ നീ കണ്ടില്ലേ ക്രിസ്റ്റൽ ബോൾ എന്റെ ലാബ് മൊത്തം നശിപ്പിച്ചത്. ഒരുപക്ഷെ വീണ്ടും ആ ക്രിസ്റ്റൽ ബോളിനെ ഏതെങ്കിലും ഹീറ്റർ ലൈറ്റ് വെച്ചൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ടോട്ടൽ സിറ്റി നശിപ്പിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ മറ്റു സിറ്റിയെ പോലെ നമ്മുടെ സൺ സിറ്റിയും അറ്റാക്കിന് ഇരയാകുമെന്നാണോ പറഞ്ഞു വരുന്നത്? ഒരു കാര്യം അറിയോ, മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു ലംബു മാസ്റ്ററിനെ ഞാൻ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു. ലംബു മാസ്റ്റർ ആയിരുന്നു അവൻ, പിന്നെ ടിംബു മാസ്റ്റർ ആയി പോയി. കാര്യമായിട്ട് പറയണോ മേയർ അങ്കിൾ? അല്ലാതെ പിന്നെ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ഈ എന്റെ തലയിൽ ബോക്സിംഗ് ഗ്ലൗസ് വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്. കിക്കോ, നിനക്ക് ലംബോ മാസ്റ്ററിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഒരൊറ്റ പഞ്ചിൽ അവന്റെ കഥ തീർത്തേനെ. ഫ്രാക്ചറായ എല്ലുകൾക്കിടുന്നതാണ് പ്ലാസ്റ്റർ. കഥ പറയുന്ന കാര്യത്തിൽ ടോണി ബോസ് മാസ്റ്ററാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഒന്ന് സൂക്ഷിച്ചു പോ ജൂനിയർ. വാവ് സാറേ, വീഴുമ്പോ നിങ്ങൾ എന്തൊരു സ്റ്റൈലായിട്ടാ വീണത്. അത് ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. കുറ്റിയടിച്ച് കെട്ടിയതുപോലെ അവൻ ചാടി ചാടി മാച്ച് കളിക്കുന്നു, അതും കയ്യിലൊരു ബോളും വെച്ചുകൊണ്ട്. സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കിട്ടിയിരിക്കുന്നു. ലംബോ മാസ്റ്ററിന് ഒരു ലാമ്പ് തയ്യാറാക്കുന്ന കമ്പനിയിൽ നിന്നും ഒരു വലിയ ഹാലോജൻ ലാമ്പ് ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കുന്നതായി കണ്ടിരിക്കുന്നു. വലിയൊരു ഹാലോജൻ ലാമ്പോ? പക്ഷെ അതെന്തിനാ? അയ്യോ, ലംബോ മാസ്റ്റർ ഇനി ലൈറ്റ് ബിസിനസ് വല്ലതും തുടങ്ങി കാണുമോ? അതങ്ങനെയല്ല, ഹാലജൻ ലാബിന്റെ ലൈറ്റിന് ഭയങ്കര ചൂടാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ലംബോ മാസ്റ്റർ ഹാലജൻ ലാബ് വെച്ച് ആ ക്രിസ്റ്റൽ ബോളിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ചെറിയ UV ടോർച്ച് കൊണ്ട് ആക്ടിവേറ്റ് ആയപ്പോൾ ആ ക്രിസ്റ്റൽ ബോൾ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയി മാറിയതാ. അപ്പൊ പിന്നെ വലിയ ഹാലോജൻ ലൈറ്റ് കൊണ്ട് ആക്ടിവേറ്റ് ആയാൽ ക്രിസ്റ്റൽ ബോളിനെ രണ്ട് വാക്കിൽ പറയണമെങ്കിൽ വെരി വെരി ഡേഞ്ചറസ്. എന്റെ ദൈവമേ, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലംബു മാസ്റ്റർ ആദ്യമായിട്ട് ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് നോക്കണം. നാളെ രാവിലത്തെ സൂര്യൻ സൺ സിറ്റിയിലെ ആളുകൾക്ക് ദുർഭാഗ്യമായും എനിക്ക് മാത്രം ഭാഗ്യമായും മാറുന്നതായിരിക്കും. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും. എന്റെ ദൈവമേ, ഇത്രയും വലിയ ഓപ്പറേറ്റേഴ്സ്. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ? പക്ഷെ ആ ക്രിസ്റ്റൽ ബോൾ എവിടെ പോയി? ഇവിടെ തന്നെ ഉണ്ടടാ. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എന്തും ചെയ്യും, എന്തും നശിപ്പിക്കും. സൺ സിറ്റിയിലെ ജനങ്ങളെ, ഞാൻ ഈ ക്രിസ്റ്റൽ ബോൾ വെച്ച് സൺ സിറ്റി മുഴുവൻ നശിപ്പിക്കേണ്ടെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ സൺ സിറ്റിയിലെ ബാങ്കിലുള്ള മുഴുവൻ കാശും എനിക്ക് തന്നേക്ക്.
ടോട്ടൽ സൺ സിറ്റിയിലെ ജനങ്ങളും കാശില്ലാത്ത പാവങ്ങളായി പോവും. സർവം നശിച്ച് നാശമായി പോകുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? ഓക്കെ ലംബു മാസ്റ്റർ, ഞങ്ങൾ മൊത്തം കാശും നിനക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ എനിക്കൊരു വാക്ക് തരണം. കാശ് വാങ്ങിയതിനു ശേഷം എന്നേക്കുമായി ഇവിടുന്ന് പോകണം. പക്ഷേ കീക്കോ, കാശ് മൊത്തം അവന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ബാങ്ക്രപ്റ്റ്. കൊള്ളാം, ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ അല്ലേ? ഇന്നലത്തെ എന്റെ പവർ കണ്ടപ്പോ നിനക്കും ബുദ്ധി വന്നെന്നാ തോന്നുന്നു കിക്കോ. ലംബോ മാസ്റ്റർ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്. വേഗം ചെല്ല്, ബാങ്കിൽ നിന്ന് ഞാൻ ചോദിച്ച കാശ് എടുത്തോണ്ട് പോര്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കാം. ശരി, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞങ്ങൾ പോയി കാശ് എടുത്തോണ്ട് വരാം. സൺ സിറ്റി ബാങ്കിലെ മൊത്തം കാശും ഇതിനകത്തുണ്ട്. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മമ്മി, ഇപ്പൊ നീ ഇത് ഇവിടെ നിർത്തോണ്ട് സ്ഥലം കാലിയാക്കൂ. ഇവിടുന്ന് പോയിക്കോ. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈയും കാലും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും. ആദ്യം ഞാനതൊന്ന് കാണട്ടെ. അതിനകത്ത് എത്ര കാശുണ്ടെന്ന് നോക്കട്ടെ. ടോട്ടൽ അത് എത്രയുണ്ട്? അയ്യോ, അതൊക്കെ നീ തന്നെ തുറന്നു നോക്കി എണിക്കൂ. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈയും കാലും വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും, നോക്കിക്കോ. ലംബോ മാസ്റ്ററിന്റെ ആയുധമാണ് ഈ നീണ്ട കൈയും കാലും. അതിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല. നിന്റെ ഫ്രണ്ട്സിനെ നിനക്ക് വീണ്ടും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ക്രിസ്റ്റൽ ബോൾ വേഗം കൊണ്ടുപോയി ആ പാരറ്റിസിന്റെ മേലെ വെക്ക്. ശരി, ഞാൻ ഈ ക്രിസ്റ്റൽ ബോൾ ഓപ്പറേറ്റേഴ്സിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാം. നീ എന്റെ കൂട്ടുകാരെ വെറുതെ വിട്ടേക്ക്. ശരി, ഓക്കെ, വിട്ടേക്കാം. ഇന്നാ പിടിച്ചോ. അയ്യോ, എനിക്ക് എപ്പോഴും എയ്റോപ്ലെയിൻ ഓടിക്കാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ അല്ല ഞാൻ ആഗ്രഹിച്ചത്. നീ പറഞ്ഞതുപോലെ ഞാൻ അവരെ വിട്ടു. ഇനി നിനക്ക് പറ്റുമെങ്കിൽ അവരെ ചെന്ന് രക്ഷിക്കടാ. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും. സൂപ്പർ സ്പീഡോയെ ഉടനെ തന്നെ വിളിച്ചേക്കാം. വേഗം, അതിവേഗം. R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. മേയർ അങ്കിളിനെയും ടെമ്പോ അണ്ണയെയും നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഫോർമുല നമ്പർ 77. ഓക്കെ ബഡി കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 77. അയ്യോ അയ്യോ, കീക്കോ, ഇങ്ങനെ പോയാൽ നമ്മൾ ലംബോ മാസ്റ്റർ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്നും ഇതുവരെ എന്റെ 150 കിലോ വെയിറ്റ് ഉള്ള കൈയിന്റെ പവറൊന്നും കണ്ടിട്ടില്ലെന്നാ. എന്റെ അറ്റാക്കിൽ നിന്നും നിനക്കൊന്നും ഒരിക്കലും രക്ഷപ്പെടാനാവില്ല.
കിക്കോ, നീ എന്റെ കളി കണ്ടുകൊണ്ടിരിക്കെ. നിന്റെ കൂട്ടുകാരൻ സൂപ്പർ സ്പീഡയെ വെച്ചുകൊണ്ട് തന്നെ നിന്റെ കഥ അവസാനിപ്പിക്കും. നോക്കിക്കോ, ലംബോ മാസ്റ്ററിന്റെ നീണ്ട കയ്യും കാലുകളും വെച്ച് കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കും ഞാൻ. സൂപ്പർ സ്പീഡോ, നമുക്ക് ആ ഹാലോജൻ ലൈറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓഫ് ചെയ്തേ പറ്റൂ. അത് ചെയ്യാൻ പറ്റില്ല കീക്കോ. അതിന്റെ അടുത്ത് ചെന്നാൽ നമ്മൾ കത്തിച്ചാമ്പലായി പോകും. അത് ഭയങ്കര സ്ട്രോങ് ആണ്. എന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിന് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഫോർമുല നമ്പർ 444 അപ്ലൈ ചെയ്യേ. കലക്കി കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 444. കിക്കോ, നീ ആ ക്രിസ്റ്റൽ ബോൾ നശിപ്പിച്ചു. പക്ഷെ എന്റെ ഈ സൂട്ട് ഇപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ലംബു മാസ്റ്ററിന്റെ ഈ നീണ്ട കയ്യും കാലും വെച്ച് ഞാൻ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കും. നിന്റെ സൂട്ട് ഇപ്പൊ പഴയതുപോലെ പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങോട്ട് നോക്ക്. സോറി. റോഡിൽ നിന്ന് ഒരുപാട് നേരം അഭ്യാസം കാണിച്ച നിനക്ക് വേറൊരു രീതിയിൽ പാഠം പഠിപ്പിച്ചു തരാം. എന്താ പറഞ്ഞത്? സാർ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്.